അരികരികെ വെള്ളം ഉണ്ടെങ്കിൽ ആരും കളയരുത്. 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് അരി കഴുകിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുത്തരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റേഷൻ അരി ആണെങ്കിലും എടുക്കാം. കുത്തരിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കുത്തരിയിൽ ഇത് കഴുകുമ്പോൾ ഇതേ ഒരു കളറാണ്, വെള്ളമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതങ്ങ് കളയുകയാണ് പതിവല്ലേ. പക്ഷേങ്കിൽ ഇത് കളയരുത്, നമുക്കൊരു ബൗളിലേക്ക് അത് മാറ്റാം. ഈ അരി കഴുകി വെള്ളം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ക്ലീനിങ്ങിന് വരെ എടുക്കാൻ പറ്റുന്ന സൂപ്പറാണ് അരി കഴുകിയ വെള്ളം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതുപോലെ ഞാൻ ആ അരി കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൗളിലേക്ക് എന്തായാലും നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ മുളകും തൈ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊഴിക്കാം. കരിയാപ്പിൻ്റെ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒഴിക്കാം. നമ്മുടെ ചെടികൾക്കൊഴിക്കാം. വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ പിന്നെ നല്ല തണുപ്പായത് കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കരിവേപ്പും അതുപോലെ മുളക് തൈയും തക്കാളി തൈ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല ആർത്തി കിളുത്ത് നല്ല കായ്ഫലം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് അരികരിയ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണോളം പേസ്റ്റ് കൂടെ ഒന്ന് കലക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെ എടുക്കാൻ നോക്കണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അത് കലക്കി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. നിങ്ങളുടെ കുപ്പി ഉണ്ടെങ്കിൽ അതിന് ഹോളിട്ട് എടുത്താൽ മതി. പക്ഷേ സ്പ്രേ ബോട്ടിലാണ് ഈ ഒരു ടിപ്പിന് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അത് നിറച്ചത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിലായിരുന്നു ഉള്ളത്. അതിലേക്ക് ഞാനത് നിറച്ചടിച്ചിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, നമ്മുടെ പച്ചമുളക് തൈയൊക്കെ ഒരുപാട് കൃഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ പച്ചമുളകിൻ്റെ. നിങ്ങളൊക്കെ ഒത്തിരി നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പച്ചമുളകിൻ്റെ തൈ നല്ല കിളുത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകളെല്ലാം മുരടിച്ച് പോവുകയും അത് കായ്ഫലം ഒന്നും ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മുരടിപ്പ് മാറാൻ വേണ്ടി, ഇത് നമ്മുടെ പച്ചമുളക് തൈയുടെയൊക്കെ മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരി കഴുകിയ വെള്ളത്തിലേക്ക് കുറച്ച് പേസ്റ്റ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. അതുപോലെ നമ്മുടെ കരിയാപ്പിൻ്റെ തൈയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലതാണ്. അതിൽ ഈ മുഞ്ഞ പോലെ ഒഴിക്കുന്നത്, അത് പുഴു ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി ബാക്കി വന്ന അരി കഴുകിയ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ക്ലീനിങ്ങിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കല്ലുപ്പ് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ സിങ്ക് നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതേ രീതിയിലാണ് കിടക്കാറുള്ളത്. എണ്ണമയവും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ ആകുവാണെങ്കിൽ ഒരുമാതിരി ഈ വെള്ളം എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് വെള്ളം വെള്ളം കളഞ്ഞെടുക്കുമ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ സിങ്ക് കിടക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ എന്തോ ഇതുപോലെയല്ലേ. അന്നപ്പോൾ നമുക്ക് ഈ ഒരു അരി കഴുകിയ വെള്ളം വന്നപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത് ഉപ്പുകറ പിടിച്ച ഒക്കെ സിങ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിത്തിളക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചുമ്മാ നിങ്ങൾക്ക് ചകിരിയോ എന്തിനാ, ഇവിടെ ചകിരി അടുത്തേക്ക് ചകിരി വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വെളുത്ത് കിട്ടും. പ്രത്യേകിച്ച് സോപ്പൊന്നും തേക്കേണ്ട ഒരു ആവശ്യമില്ല. സോപ്പ് വേണ്ട, ഡിഷ് വാഷ് വേണ്ട, ഒന്നും വേണ്ട, സോപ്പ് പൊടി ഒന്നും വേണ്ട. നമുക്ക് അങ്ങനെ തന്നെ കണ്ട അപ്പടി എണ്ണമയോ അഴുക്കും എല്ലാം നല്ലപോലെ പോയിട്ടുണ്ട് കണ്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ അരി കഴുകിയ വെള്ളം അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ്. ഇത് കണ്ടില്ലേ, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങി എടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ ബാത്റൂമിൻ്റെ പൈപ്പ് സെറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നില്ലേ, അതെല്ലാം നല്ലപോലെ ക്ലീനായിട്ട് നമുക്ക് വെട്ടിത്തിളക്കി എടുക്കാൻ പറ്റുന്നതാണ്. കാര്യം അതിലൊക്കെ സോപ്പിൻ്റെ ഒക്കെ വീണിട്ട് വട്ടമായിട്ട് വെളുത്ത് ഉപ്പുകറയൊക്കെ പിടിച്ചിരിക്കും. അതൊക്കെ സിങ്ക് ഒക്കെ ആ ഒരു രീതിയിൽ നമ്മുടെ പൈപ്പ് സെറ്റിംഗ് ഒക്കെ ഇങ്ങനെ കഴുകുവാണ്. ഇപ്പോൾ കാണിച്ച രീതിയിൽ ഒരു കോട്ടൺ തുണി കൊണ്ടൊന്ന് തേച്ച് കഴുകുവാണെങ്കിൽ പൈപ്പൊക്കെ നല്ലപോലെ വെട്ടിത്തിളങ്ങും. ഇപ്പോൾ കണ്ട ചെറിയ ബ്ലോക്ക് നമ്മുടെ സിങ്കിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുപ്പിയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് അതുപോലെ ഒന്ന് വലിച്ച് കൊടുക്കുവാണെങ്കിൽ ആ വെള്ളം ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് അതിനായിട്ട് പ്ലംബറെ ഒന്ന്
പ്രത്യേകിച്ച് ഓടിപ്പോയി വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തൊന്ന് കാണണേ. പിന്നെ അത് നമ്മൾ രാത്രിയാകുമ്പോൾ ബാക്കി വന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, കഞ്ഞി വെള്ളം അതിലേക്ക് ഒഴിച്ച് വിടുവാണെങ്കിൽ പായൽ അങ്ങനെയുള്ളത് പിന്നെ നമ്മുടെ ഇതിൽ കയറി വരുന്ന പല്ലി പാറ്റ എലികളൊന്നും അതിലിറങ്ങുകയൊന്നും ചെയ്തില്ല. സിങ്ക് നമ്മൾ കഴുകിയിട്ടതുപോലെ തന്നെ വൃത്തിയായിട്ട് തന്നെ കിടക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി അതിൻ്റെ കുറച്ച് സൊല്യൂഷൻ അതേ രീതിയിലൊന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് ആ സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഉപ്പും മാത്രമാണ്. എന്നിട്ട് നമുക്കിത് കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ ഇങ്ങനെ വിണ്ടിങ്ങനെ കീറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലെല്ലാം പല്ലി പാറ്റ ഉറുമ്പ അങ്ങനെയുള്ള എല്ലാം കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്കതറിയത്തില്ല. ഇത് സന്ധ്യാസമയമാകുമ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം ഇറങ്ങി വന്ന് നമ്മുടെ കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ മുകളിൽ കയറുകയും വീടിൻ്റെ ഫുള്ള് നശിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുങ്ങളെല്ലാം ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ആ ഹോളിൽ നിന്ന് നമുക്ക് പുറത്ത് ചാടിച്ച് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീട്ടിനുള്ളിൽ നിന്ന് ഇതുങ്ങളെ തുരത്താൻ പറ്റുന്ന അടിപൊളി സൊല്യൂഷനാണ്. കാര്യം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ എന്തെങ്കിലും എലികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഇട്ട് വെക്കുവാണെങ്കിൽ ഇത് വന്ന് എലി നക്കുമ്പോഴത്തേക്കും പരിവേഷം എടുത്തിട്ട് വീട്ടിനുള്ളിൽ നിന്ന് പോകുന്നതുമായിരിക്കും. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണ്ട. നമ്മുടെ കതകിൻ്റെ ഭാഗത്തെല്ലാം ഇതുപോലെ കുറേ ഹോളൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഞാനിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് വരുന്നതാണ് ചെലന്തി വന്ന് ചെലന്തി വല കൂട് കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര വൃത്തികേടാണ്. നമ്മുടെ വീടിന് അത്ര നല്ലതല്ല ഈ ചെലന്തി വന്ന് ചെലന്തി വല കെട്ടുന്നത്. അപ്പോൾ ഈ ചെലന്തിയെ വല നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തുരുത്താവുന്നതാണ്. പെട്ടെന്ന് ചത്തു പോകുന്നു കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ചത്തു പോകുന്നുണ്ട്. എത്ര വലിയ ചെലന്തി പോലും ചത്തു പോകുന്ന ഉറപ്പാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, ഞാനിവിടെ അരി നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചിലർ പറയും ചോറ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറിനൊന്നും മയമില്ല എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ അരി 1-2 പ്രാവശ്യം മാത്രം കഴുകിയാൽ പോരാ. ഒരു 7 തവണയെങ്കിലും നിങ്ങൾ അരി കഴുകുവാണെങ്കിൽ മാത്രമേ നമ്മുടെ ചോറിനൊക്കെ നല്ല മയം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ അഴുക്കെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ നല്ല മയമായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചോറ് വേകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല മയമായിരിക്കും നമ്മുടെ ചോറിന്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ഫസ്റ്റിലെ അരി കഴുകിയ വെള്ളം ഞാൻ കളഞ്ഞായിരുന്നു. പിന്നെ 2-3 തവണ കഴുകിയതിന് ശേഷം എടുത്ത വെള്ളമാണിത്. ഈ ഒരു വെള്ളം കൊണ്ട് അടിപൊളി ഒരു സൂത്രമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പല്ലുവേദന, അതുപോലെ തന്നെ വായ്നാറ്റം, പല്ലുവേദനയൊക്കെ മോനൊക്കെ പഴുക്കുമ്പോൾ വായിക്ക് ഭയങ്കര നാറ്റമായിരിക്കുമല്ലോ. അപ്പോൾ എത്ര പല്ല് വെച്ചാലും കുട്ടികളുടെ വായ്നാറ്റം ഒന്നും പോകില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ഈ തെളിഞ്ഞ അരി കഴുകിയ വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വായി കവക്കൊള്ളാൻ കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. വായ്നാറ്റമൊക്കെ പറക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അരി കഴുകിയ വെള്ളം ആരും കളയരുത്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.